ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മറുപടി പറഞ്ഞല്ലോ. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറയണത് ഞാൻ മറുപടി പറയണത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. എന്റെ ദൌത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം കേരളത്തിലെ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതുവരെയുള്ള എന്റെ കാര്യം. നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDFിന്റെ. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല.